നമസ്കാരം. പമ്പിംഗ് ലൈനിൽ ബാക്ക് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഗ്രാവിറ്റിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പമ്പിംഗ് ലൈനിൽ എങ്ങനെയാണ് ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം, രണ്ട് രീതിയിലുള്ള വാൽവുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഡിക്കിയിൽ വെച്ചിരിക്കുന്ന ഈ ബോൾ വാൽവുകളും, പിന്നീട് ഒരു മൾട്ടിപോർട്ട് വാൽവ്. ഈ മൾട്ടിപോർട്ട് വാൽവിലാണ് ശരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻസ് നടക്കുന്നത്. അതിൽ ഒന്ന് ഫിൽറ്റർ എന്നും, രണ്ട് ബാക്ക് വാഷ് എന്നും, മൂന്ന് റിൻസ് എന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വാൽവുകളെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് വാൽവ് ഓൺ പൊസിഷനിലും ഒരു വാൽവ് ഓഫ് പൊസിഷനിലായിരിക്കും ഇപ്പം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ രണ്ട് വാൽവുകളെ, ഓപ്പൺ ആയിരിക്കുന്ന രണ്ട് വാൽവുകളെ ക്ലോസിലേക്ക് മാറ്റുക. ക്ലോസിലേക്ക് മാറ്റുമ്പോൾ ഇത് ഈ കണ്ടീഷനിലാവും ഉണ്ടാവുക. അതിനുശേഷം ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്ന വാൽവിനെ ഓൺ കണ്ടീഷനിലേക്ക് മാറ്റുക. ഇനി മൾട്ടിപോർട്ട് വാൽവിൽ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പൊസിഷൻ മാറ്റുക. ഇപ്പോൾ ഇത് ബാക്ക് വാഷ് മോഡിലേക്ക് എത്തി. ഇനി മാത്രം നമ്മൾ മോട്ടർ ഓൺ ചെയ്യുക. അപ്പോൾ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ നിന്നുള്ള കണ്ടാമിനൻസ് നമ്മുടെ ബാക്ക് വാഷിൻ്റെ ലൈനിൽ കൂടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലുള്ള ചെളിയും നമ്മളിതിൽ ഫിൽറ്റർ ചെയ്തേക്കുന്ന എല്ലാ രീതിയിലുള്ള കണ്ടാമിനൻസും അതുവഴി പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ബാക്ക് വാഷ് നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും, നിങ്ങൾ ഗ്രാവിറ്റി ചെയ്യുന്നവരാണെങ്കിൽ കൂടി മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു പമ്പിംഗ് ലൈനിലെ ബാക്ക് വാഷ് ചെയ്യുന്നത് എപ്പോഴും ഫിൽറ്ററിൻ്റെ ലൈഫ് കൂട്ടാൻ നല്ലതായിരിക്കും. മാത്രമല്ല, ബാക്ക് വാഷ് കൃത്യമായിട്ട് ചെയ്യാത്ത കേസുകളിൽ ഈ ഫിൽറ്റർ വെസൽ ഡാമേജ് ആയി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ക് വാഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വളരെ ഇൻ്റഗ്രേറ്റുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഇങ്ങനെ അത് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഏകദേശം 2 മിനിറ്റ് മതിയാവും നമ്മുടെ ഈ ഒരു ബാക്ക് വാഷിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, വെള്ളത്തിൻ്റെ കളർ നല്ല ആ ഒരു ചുവപ്പ് ഷെയ്ഡിൽ നിന്ന് മാറി ഏകദേശം ഒന്ന് ക്ലീനായ വെള്ളത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടാവും, അഥവാ നമ്മുടെ ഫീഡ് വാട്ടറിൻ്റെ കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും മൾട്ടിപോർട്ട് വാൽവിലെ 3, അതായത് റിൻസ് എന്ന മോഡിലേക്ക് ഈ വാൽവിനെ മാറ്റുക. ഈ റിൻസ് മോഡിൽ നമുക്ക് കാണാൻ കഴിയും, വെള്ളം തെളിഞ്ഞായിരിക്കും ഒഴുകിയിറങ്ങി വരിക. അപ്പോൾ ഇതിലെന്തെങ്കിലും റെസിഡ്യൂ ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ റിൻസ് മോഡിലേക്ക് ഇടുന്നത്. ഇതിനൊരു 45 സെക്കൻഡിൽ താഴെയുള്ള ദൈർഘ്യം മതി. 40 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മോട്ടോർ ഓഫ് ചെയ്യുക. അപ്പോൾ മോട്ടോർ വൺസ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ വാൽവുകളുടെ പൊസിഷൻസ് പഴയ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ക്ലോസ് ആയി നിൽക്കുന്ന വാൽവിനെ നമ്മൾ ഓപ്പൺ ആക്കുകയും നേരത്തെ ക്ലോസ് ചെയ്ത വാൽവുകളെ ഓപ്പൺ ആക്കുകയും ചെയ്യും. ഇനിയുള്ളത് നമ്മുടെ ഫിൽറ്റർ മോഡിലേക്ക് മാറ്റുക എന്നുള്ള പ്രോസസ്സാണ്. ഇതാണ് അവസാനം ചെയ്യേണ്ട കാര്യം. എപ്പോഴും ഒരു ബാക്ക് വാഷും റിൻസും കഴിയുമ്പോൾ ഫിൽറ്ററിലേക്ക് മാറ്റിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫിൽറ്ററിലേക്ക് ഇത് മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഴയ പ്രോസസ്സ് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞു. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യേണ്ട പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും പമ്പിംഗ് ലൈനിൽ തന്നെ ഇത് ബാക്ക് വാഷ് ചെയ്യുക. ബാക്ക് വാഷ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള ബാക്ക് വാഷ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വെസൽ ചീറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.